Amazon.in ഇപ്പോൾ വാർഡ്രോബ് റിഫ്രഷ് സെയിൽ ലൈവാണ്. 1 മുതൽ 6 ജൂൺ വരെയാണ്. 50 മുതൽ 80% വരെ ടോപ്പ് ഫാഷൻ ആൻഡ് ബ്യൂട്ടി ബ്രാൻഡ്സിലേക്ക് കിഴിവിൽ കിട്ടുന്നതായിരിക്കും. 1000+ ടോപ്പ് ബ്രാൻഡ്സും 4 ലക്ഷത്തിലധികം സ്റ്റൈൽസും അവൈലബിൾ ആണ്. ഫ്രീ ഡെലിവറി ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ 30 days ഈസി റിട്ടേൺ ഉണ്ട്. പേ ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രിയ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡാമേജ് റിപ്പയർ ഹെയർ കെയർ റുട്ടീൻ ആണ് കാണാൻ പോകുന്നത്. നിങ്ങളുടെ മുടി ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലെ വളരെ ഡാമേജ്ഡ് ആയിട്ടുള്ള മുടിയാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ നല്ലോണം സീലായി ഡാമേജ് റിപ്പയർ ആവാനുള്ള നല്ലൊരു ഹെയർ കെയർ റുട്ടീൻ ആണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഓരോ സ്റ്റെപ്പും വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. അവസാനമാകുമ്പോഴേക്കും നിങ്ങൾ മറന്നു പോകും. ഇപ്പോൾ വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഒരുപാട് ഡാമേജ് ആയിട്ടുള്ളൊരു മുടിക്ക് 100% എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ കെയർ റുട്ടീനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുന്നു വിശ്വസിക്കുന്നു. വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഡാമേജ് മുടി റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായാലും ഓയിലിംഗ് തന്നെയാണ്. ഹെയർ ഓയിലിംഗ് ആണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് വെർജിൻ കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഡാമേജ്ഡ് ഹെയറിന് ബെസ്റ്റ് ആയിട്ടുള്ള റെമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ആണ് കേട്ടോ. അപ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബ്രാൻഡ് ഉപയോഗിക്കാം. നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക. വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ബ്രാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡാണ്. ഇത് എനിക്ക് പേഴ്സണലി നല്ല വിശ്വാസമുള്ളൊരു ബ്രാൻഡ് ആയതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് മാത്രമാണ്. ഇത് കോൾഡ് പ്രസ്ഡ് ആണ് കേട്ടോ. എക്സ്ട്രാ വെർജിൻ കോൾഡ് പ്രസ്ഡ് ആണ്. അതായത് ഒരുപാട് ഹീറ്റ് ഉപയോഗിക്കാതെ കോൾഡ് പ്രസ്ഡ് രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിക്കാനുള്ള കാരണം. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള താല്പര്യമുള്ള വെർജിൻ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാം കേട്ടോ. അപ്പം നമ്മുടെ മുടി റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുടിയിലും നമ്മുടെ തലയോട്ടിയിലും മുടി അറ്റം വരെ നമുക്ക് ഈ ഒരു വെർജിൻ കോക്കനട്ട് ഓയിൽ എടുക്കുക. ലൈറ്റായിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് വാം ആക്കുക. അതായത് കുറച്ച് ചൂടാക്കുക കേട്ടോ. തലയോട്ടിയിൽ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂട് വന്നാൽ മതി. അതും ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മാത്രമേ നമുക്ക് ചൂടാക്കാൻ പാടുള്ളൂ. ഡയറക്റ്റ് ഹീറ്റിൽ വെക്കാൻ പാടില്ല കേട്ടോ. വെള്ളം ഒരു ചട്ടിയിൽ വെള്ളം ബോയിൽ ചെയ്യുക. ഒരു ചെറിയ ബൗൾ എടുക്കുക. അതിൽ ഈ ഒരു എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നന്നായിട്ട് തലയോട്ടിയിലും അതുപോലെ തന്നെ ഇളം ചൂട്ടിൽ തന്നെ നമ്മുടെ ഫുൾ മുടി അറ്റം വരെ നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഓവർനൈറ്റ് വയ്ക്കുക. അടുത്ത ദിവസം നമ്മൾ ഒരു നാച്ചുറൽ ഷാമ്പൂ അല്ലെങ്കിൽ സൾഫേറ്റ് ഫ്രീ ഷാമ്പൂ, കെമിക്കൽ ഫ്രീ ഷാമ്പൂ ഉപയോഗിച്ചിട്ട് കഴുകി കളയാം കേട്ടോ. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പൂ ഇപ്പോൾ കറൻ്റ്ലി ഉപയോഗിക്കുന്ന ഷാമ്പൂ ഈ ഒരു ടാക്ക് ആയുർവേദയുടെ ഈ ഒരു ഭൃംഗാദി ഷാമ്പൂ ആണ് കേട്ടോ. നല്ലൊരു ഷാമ്പൂ ആണ്. കെമിക്കൽ ഫ്രീ ആണ്. ഇതിനകത്ത് നമുക്ക് സൾഫേറ്റ്സ്, പാരബൻസ് അതുപോലെ തന്നെ ടോക്സിൻ ഫ്രീ ആണ്, കെമിക്കൽ ഫ്രീ ആണ്. ഈ ഒരു ഷാമ്പൂ ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു നല്ലൊരു കെമിക്കൽ ഫ്രീ ഷാമ്പൂ വെച്ചിട്ട് നമുക്ക് തല കഴുകി കളയാം. അപ്പോൾ ഡാമേജ് ആയിട്ടുള്ള മുടിയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ മാത്രം ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ നേച്ചുറൽ ഷാമ്പൂ ആയാലും കുഴപ്പമില്ല. നമുക്ക് ആംല, റീത്ത, ശിക്കക്കായ ഉണ്ടല്ലോ, നേച്ചുറലായിട്ട് അങ്ങനത്തെ പൊടികൾ ഉപയോഗിക്കാം. ചെമ്പരത്തി താളി ഉപയോഗിച്ചിട്ട് കഴുകാം. റീത്ത പൊടി മാത്രമായിട്ട് ഉപയോഗിച്ച് കഴുകാം. അപ്പോൾ അങ്ങനെ നേച്ചുറലായിട്ടുള്ളത് നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ നല്ല ആയുർവേദിക് അല്ലെങ്കിൽ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസ് ഉപയോഗിച്ചിട്ട് കഴുകി കളയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഷാമ്പൂ ആണ്. നല്ല റിവ്യൂസും ഉണ്ട് കേട്ടോ. കുറേ പേരുടെ റിവ്യൂസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. ഷാമ്പൂ ചെയ്തതിന് ശേഷം എന്തായാലും കണ്ടീഷണർ ഇടാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടീഷണർ യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഡീപ്പ് കണ്ടീഷണർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ കണ്ടീഷണേഴ്സാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ വേറെ വേരിയൻറ്റിലുള്ള കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കഴിയാത്തത് കൊണ്ട് ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ കണ്ടീഷണേഴ്സും വളരെ നല്ലതാണ് കേട്ടോ. എല്ലാ വേരിയൻറ്റും എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഓണിയൻ സീഡ് ഓയിൽ അങ്ങനത്തെ എന്തോ ആണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാ കണ്ടീഷണേഴ്സും ഷാമ്പൂവും എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇതിൻ്റെ ഷാമ്പൂ ഉണ്ട്. ഇതും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ ബ്രാൻഡാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ബ്രാൻഡ് ഷാമ്പൂ ആണെങ്കിലും നല്ലതാണ്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടീഷണർ എന്തായാലും സ്കിപ്പ് ചെയ്യരുത് ഡാമേജ് മുടിയുള്ളവർക്ക് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാക്കേജിങ്. നന്നായിട്ട് വലിയൊരു ബോട്ടിലാണ് വരുന്നത്. നല്ല പാക്കേജിങ് ആണ്. പക്ഷേ ഇത് ട്രാവൽ ഫ്രണ്ട്ലി അല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല തടിയുള്ള ഒരു ബോട്ടിലാണ് വരുന്നത്. 400 ml ആണ്. ഇതിൽ കെമിക്കൽസ്, അതായത് ടോക്സിക് കെമിക്കൽസ് ഒന്നും ഇല്ലാത്തൊരു ഷാമ്പൂ ആണ്. സൾഫേറ്റ് ഫ്രീ ആണ് കേട്ടോ. സോറി, ഷാമ്പൂ അല്ല, കണ്ടീഷണറാണ്. ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തല കഴുകിയതിന് ശേഷം നന്നായിട്ട് തോർത്തതിന് ശേഷം നമുക്ക് എന്തായാലും ഒരു ഡാമേജ് റിപ്പയർ സീറം, ഹെയർ സീറം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മുടിയിലും
അതായത് നമ്മുടെ മുടിയിൽ മാത്രമായിട്ട് നമ്മുടെ ടിപ്സിൽ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും ഡാമേജ് റിപ്പയറിനുള്ളത്. അപ്പോൾ ഈ ഒരു സീറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബാർ അനാറ്റമീൻ്റെ ഈ ഒരു ഡാമേജ് റിപ്പയർ ഹെയർ സീറമാണ്. അതായത് 3 times സ്ട്രെങ്തനിങ് എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ സീറമാണ് കേട്ടോ ഇത്. ഇതിനകത്ത് നമുക്ക് സെറമൈഡ്സും അതുപോലെ തന്നെ കോക്കനട്ട് മിൽക്ക് പ്രോട്ടീൻ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഡാമേജ്ഡ് ബ്രിട്ടിൽ ഹെയറിന് കൊടുത്തിട്ടുണ്ട്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു 90% നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ സീറമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഡാമേജ് റിപ്പയറിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. നല്ല പാക്കേജിംഗ് ആണ്, ട്രാവൽ ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇത്. പിന്നെ നിങ്ങൾക്കൊരു പുതിയ സാധനം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് മാലിക് ബോൺ റിപ്പയർ കോംപ്ലക്സ് ആണ് കേട്ടോ. ഇത് നമുക്ക് നമ്മൾ കുളിക്കുന്നതിന് മുൻപ് 1 മണിക്കൂർ മുമ്പ് നമ്മുടെ മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇത് ബോണ്ട് റിപ്പയർ കോംപ്ലക്സ് ആണ്. അതായത് നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള ബോണ്ട് ഉണ്ടല്ലോ, നമ്മുടെ ഹെയർ ബോൺസ് ഉണ്ടല്ലോ, അതൊക്കെ റിപ്പയർ ചെയ്തിട്ട് ഒന്നിച്ചാക്കിയിട്ട് നന്നായിട്ട് പഴയ രീതിക്ക് തന്നെ കൊണ്ടുവരാനുള്ളൊരു ബോണ്ട് റിപ്പയർ കോംപ്ലക്സ് ആണിത്. അപ്പോൾ ഇത് മിനിമലിസ്റ്റ് ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഇത് നമുക്ക് ഹെയർ സീറം എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. നമ്മൾ കുളിച്ചതിന് ശേഷം ഇടാൻ പാടില്ല. കുളിക്കുന്നതിന് മുൻപ് 1 മണിക്കൂർ മുമ്പ് തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ തലയോട്ടിൽ പിടിപ്പിക്കാൻ പാടില്ല. മുടിയിൽ മാത്രമായിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് 1 മണിക്കൂർ മാത്രം വെക്കാം. 1 മണിക്കൂറിൽ കൂടുതൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി വളരെ ഡ്രൈ ആയി പോകും. 1 മണിക്കൂർ മാത്രം വെച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ ഹെയർ കെയർ റൂട്ടീനും ചെയ്യാം. എണ്ണ തേച്ചാലും നമ്മൾ ഓവർനൈറ്റ് വെച്ചതിന് ശേഷം കുളിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഇത് യൂസ് ചെയ്യാം കേട്ടോ. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ബോൺസ് റിപ്പയർ ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് 2ാമത്തെ ബോട്ടിലാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അടിപൊളിയാണ്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് വരുന്നത് ഇങ്ങനെയാണ്. ഒരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ വരുന്നത്. നല്ല വെള്ളം പോലത്തെ കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തിരിച്ചു വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഈ ബോണ്ട് റിപ്പയർ കോംപ്ലക്സ് അതുപോലെ തന്നെ ഹെയർ സീറം ഒന്നും ഉപയോഗിക്കാനായിട്ട് താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആഴ്ചയിൽ 2 പ്രാവശ്യം നല്ല കണ്ടീഷനിങ് ഹെയർ മാസ്ക്, നേച്ചുറൽ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്താലും നമുക്ക് ഡാമേജ് റിപ്പയർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ചെമ്പരത്തി പൊടിയാണ് കേട്ടോ. ചെമ്പരത്തി പൊടിയായാലും കുഴപ്പമില്ല. നമുക്ക് ചെമ്പരത്തി പൂക്കൾ ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ബെസ്റ്റ് ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ചെമ്പരത്തി പൂക്കൾ കിട്ടാത്തവർക്ക് നമുക്ക് ഇതുപോലെ പൊടി വാങ്ങിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം, മിനിമം 1 പ്രാവശ്യമെങ്കിലും നമുക്കിതുപോലെ ചെമ്പരത്തി പൊടി ബൗളിലെടുക്കുക. വെള്ളത്തിലോ അല്ലെങ്കിൽ തൈരിലോ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തലയോട്ടിയിലും നമ്മുടെ മുടി അറ്റം മുഴുവനും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അടിപൊളി കണ്ടീഷനിങ് മാസ്ക് ആണ് കേട്ടോ ചെമ്പരത്തി ഹെയർ മാസ്ക് എന്ന് പറയുന്നത്. നല്ല ഡാമേജ് റിപ്പയറും അതുപോലെ നല്ല തണുപ്പ് കൊടുക്കാനായിട്ടും അകാലനര, മുടി കൊഴിച്ചൽ, ഇതുപോലെ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ നല്ലൊരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെമ്പരത്തി പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു ചെമ്പരത്തി പൊടി മാത്രം മതി കേട്ടോ. ചെമ്പരത്തി പൊടിയോ ചെമ്പരത്തി പൂക്കളോ നമുക്ക് കിട്ടുന്നത് ഏതാണോ അത് വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബ്രാൻഡ് അടിപൊളിയാണ് കേട്ടോ. നല്ല പ്യുവർ ആയിട്ടുള്ള ചെമ്പരത്തി പൊടി തരുന്ന ഒരു ബ്രാൻഡാണ്. താഴെ കൊടുക്കുക, ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കടകളിൽ വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ മുടി ചീവാനായിട്ട് നല്ലൊരു ഡീടാംഗ്ലിംഗ് ബ്രഷ് വാങ്ങിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രഷ് ആകുമ്പോൾ നമുക്ക് മുടി ഡാമേജ് ആവാതെ ചീവാനായിട്ട് വളരെ ഉപയോഗപ്രദമായിരിക്കും. ഇപ്പോൾ ഇതുപോലൊരു ഡീടാംഗ്ലിംഗ് ബ്രഷ് നിങ്ങൾ എന്തായാലും കരുതുക കേട്ടോ കയ്യിൽ. അപ്പോൾ ഇതാവുമ്പോൾ നമ്മൾ കുളിച്ചതിന് ശേഷം മുടി നന്നായിട്ട് വെറ്റായിരിക്കുമ്പോഴും നമുക്ക് ചീവാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ ഡ്രൈ ഹെയറിലും ചീവാനായിട്ട് വളരെ നല്ലതായിരിക്കും. മുടി ഡാമേജ് ആവാതെ സൂക്ഷിക്കാനായിട്ട് ഇതുപോലൊരു നല്ല ഡീടാംഗ്ലിംഗ് ബ്രഷ് നമുക്ക് വാങ്ങിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് അലൻ ട്രൂമൻ്റെ ഈ ഒരു ഡീടാംഗ്ലിംഗ് ബ്രഷാണ്. നല്ലൊരു ബ്രഷാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഹെയർ കെയർ റൂട്ടീൻ കേട്ടോ. നല്ല എഫക്റ്റീവായിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, സീ യു, ടേക്ക് കെയർ, ലവ് യു ഓൾ.